അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരും സഹായം തേടുന്നവരും പാപമോചനം തേടുന്നവരും അല്ലാഹു അല്ലാത്തവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്ന് വാദിക്കുന്നവരും പറയാറുള്ള ന്യായം, ഞങ്ങൾ അവയോട് പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടിയല്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് അനുവദനീയമാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ? ഇലാഹ് എന്ന വാക്ക് അൽ കിതാബ് എന്ന വാക്ക് പോലെയാണ്. അൽ കിതാബ് എന്ന് പറയുന്നത് അൽ മക്തൂബ്, എഴുതപ്പെടുന്നതെന്തോ അതെല്ലാം കിതാബാണ്. ഇലാഹ് എന്ന് പറയുന്നത് അൽ മഅ്ലൂഹ്, ആരാധിക്കപ്പെടുന്നതിനെ എല്ലാം ഇലാഹ് എന്നാണ് വിളിക്കുക. അള്ളാഹുവിന് അവകാശപ്പെട്ട ആരാധന അള്ളാഹു അല്ലാത്തവരിലേക്ക് വകവെച്ചു നൽകുന്നത് അള്ളാഹു അല്ലാത്തതിനെ ഇലാഹായി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പരിശുദ്ധ ഖുർആൻ ഇലാഹ് എന്ന് വിളിച്ചതും വിമർശിച്ചതും ആരെക്കുറിച്ചും എന്തിനെക്കുറിച്ചുമാണ്? അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളാഹുവിനെ സ്വീകരിച്ചവർ എന്നുള്ള നിലക്കല്ല, മറിച്ച് അള്ളാഹുവിന് അവകാശപ്പെട്ട ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ അവയെ ഇലാഹ് എന്നാണ് അറബി ഭാഷയിൽ വിളിച്ചിട്ടുള്ളത്. കല്ലിനെ ആരാധിക്കുന്ന പ്രവണത ജാഹിലിയത്തിൽ അറബികൾക്കുണ്ടായിരുന്നു. അവരൊരു വെളുത്ത ശില കണ്ടാൽ അതിനെ ആരാധിക്കുകയും അതിനേക്കാൾ മനോഹരമായ മറ്റൊന്ന് കണ്ടാൽ അതിനെ എടുത്ത് ആരാധിക്കുകയും ചെയ്യുന്ന പ്രവണതയെ വിമർശിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു, ദേഹേച്ഛയിൽ തോന്നുന്നതിനെ ഇലാഹായി സ്വീകരിച്ചവനെ നീ കണ്ടുവോ എന്നതാണ്. പശുക്കുട്ടിയെ ആരാധിച്ചവരോട് അള്ളാഹു പറഞ്ഞു, ഫൻദുർ ഇലാ ഇലാഹിക്കല്ലദീ ളൽത അലൈഹി ആകിഫ, പകല് മുഴുവൻ നിങ്ങൾ പൂജിക്കുന്ന ഭജനമിരിക്കുന്ന നിങ്ങളുടെ ഇലാഹിലേക്ക് നോക്കൂ എന്നതാണ്. പശുക്കുട്ടിയെ അള്ളാഹു അവിടെ ഇലാഹ് എന്നാണ് വിളിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയത്തിൽ അറബികളോട് ചോദിക്കാറുണ്ടായിരുന്നു, കമ്മിൻ ഇലാഹിൻ തഅബുദ്, നിങ്ങൾ എത്ര ഇലാഹിനെയാണ് ആരാധിക്കുന്നത്? അവർ പറയും, വാഹിദും ഫിസ് സമാ, ഞങ്ങൾക്ക് മാനത്തൊരു ഇലാഹുണ്ട്, വസിത്തത്തും ഫിൽ അർള്, ഭൂമിയിൽ 6 ഇലാഹുകളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ ഇലാഹ് എന്ന് പറഞ്ഞത് ലാത്തയും ഉസ്സയും മനാത്തയും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും വിഗ്രഹങ്ങൾ അടക്കമുള്ളവയെയാണ്. അതുകൊണ്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന വിഗ്രഹത്തെ അള്ളാഹു അവിടെ വിളിച്ചത് ഇലാഹ് എന്നാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന് അവകാശപ്പെട്ട ആരാധന അവയ്ക്ക് വകവെച്ചു കൊടുക്കുന്നത് കൊണ്ട്. പരിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് സ്ഥലങ്ങളിൽ അള്ളാഹുവാണ് ഇലാഹ് എന്ന് പരിചയപ്പെടുത്തുകയും അള്ളാഹുവിന് അവകാശപ്പെട്ട ആരാധന അവയിൽപ്പെട്ട ഒരു ഇനവും മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വേറെ ഇലാഹിനോട് ആരാധിക്കരുത് എന്നതാണ്. അവിടെ അള്ളാഹുവിന് പുറമെ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു അല്ലാത്തതിനെ അവൻ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. ഹുവൽ ഹയ്യ്, അള്ളാഹുവാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാത്ത ഇലാഹ് നിങ്ങൾക്കില്ല. അതുകൊണ്ട് ഇലാഹായ അള്ളാഹുവിനോട് ഫദ്ഉഹു, നിങ്ങൾ ദുആ ചെയ്യണം. അപ്പൊ ദുആ എന്ന് പറയുന്ന ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ അവൻ അള്ളാഹു അല്ലാത്തതിനെ ഇലാഹാക്കി എന്ന് ഗാഫിർ 65 നമുക്ക് കാണാം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത ഇലാഹ് നിങ്ങൾക്കില്ല. അതുകൊണ്ട് വസ്തഗ്ഫിർ ലിദംബിക്, പാപമോചനം നിങ്ങൾ അള്ളാഹുവിനോട് തേടണം. അള്ളാഹു അല്ലാത്തവരോട് പാപമോചനം പറഞ്ഞാൽ, തേടിയാൽ അവൻ അള്ളാഹു അല്ലാത്തതിനെ ഇലാഹാക്കി കഴിഞ്ഞു. സൂറത്ത് മുഹമ്മദിന്റെ 19 നമുക്കത് കാണാം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബ്, അദൃശ്യങ്ങൾ അറിയുന്നത് അള്ളാഹുവിനാണ്. അതുകൊണ്ട് അദൃശ്യങ്ങൾ അറിയുന്നവനാണ് ഇലാഹ്. അള്ളാഹു അല്ലാത്തവർക്ക് അദൃശ്യമറിയാം എന്ന് വകവെച്ചു കൊടുത്താൽ അവൻ അള്ളാഹു അല്ലാത്തതിനെ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. സൂറത്ത് ഹശ്റിന്റെ 22 നമുക്കത് കാണാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, ഇലാഹ് അള്ളാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് തവക്കുൽ കൊടുക്കണം. ഭരമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. അള്ളാഹു അല്ലാത്തവരോട് ഒരാൾ തവക്കുൽ ചെയ്താൽ അവൻ അള്ളാഹു അല്ലാത്തതിനെ ഇലാഹാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിശക്തമായ കൽപ്പന ഈ രംഗത്ത് നമുക്ക് കാണാം. വലാ തജ്അലു മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹു അല്ലാത്തതിനെ നിങ്ങൾ ഇലാഹായി കാണരുത്, സ്വീകരിക്കരുത്. പ്രാർത്ഥനയും സഹായത്തേട്ടവും പാപമോചന തേട്ടവും മറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്ന കാര്യവും ഭരമേൽപ്പിക്കലും അള്ളാഹു അല്ലാത്തതിനേക്ക് നാം തിരിച്ചുവിടുമ്പോൾ അള്ളാഹു അല്ലാത്തവരെ നാം ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടി ഞങ്ങൾ സഹായം തേടുന്നില്ല, ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നില്ല, ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടി ഞങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്ന് വകവെച്ചു കൊടുക്കുന്നില്ല എന്ന ന്യായം സാധാരണക്കാരായ പാമരരായ ജനങ്ങളെ പൊട്ടീസാക്കാനും അതിവിദഗ്ധമായി വിശ്വാസ രംഗത്ത് അവരെ കബളിപ്പിക്കുവാനുമുള്ള ചില ആളുകളുടെ
കൊണ്ടുപിടിച്ച ശ്രമമാണ് എന്നത് നാം തിരിച്ചറിയണം. വഹുവല്ലദീ ഫിസ് സമാഇ ഇലാഹ്, ഏതൊരുവനാണോ ആകാശത്ത് ഇലാഹായിട്ടുള്ളവൻ, വഫിൽ അർളി ഇലാഹ്, അവൻ തന്നെയാണ് ഭൂമിയിലെയും ആരാധ്യൻ. ആകാശത്ത് മലക്കുകൾക്കൊരു ഇലാഹ്, ഭൂമിയിൽ മനുഷ്യർക്ക് വ്യത്യസ്തങ്ങളായ ഇലാഹുകൾ എന്നതില്ല. അതുകൊണ്ട് പാപമോചനം തേടുന്നതും പ്രാർത്ഥന നടത്തുന്നതും സഹായം തേടുന്നതും മറഞ്ഞ കാര്യങ്ങൾ അറിയാമെന്ന് വകവെച്ചു കൊടുക്കുന്നതും എല്ലാം അള്ളാഹു അല്ലാത്തതിനെ ഇലാഹാക്കുന്ന തെറ്റാണ് എന്ന് നാം തിരിച്ചറിയണം. ഈ രംഗത്ത് സൂക്ഷ്മത പാലിച്ച് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ഇലാഹായിട്ടുള്ളവൻ. ഈ വിശ്വാസത്തിൽ മായം കലർത്താതെ മുന്നോട്ട് പോവാൻ നമുക്കാവണം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ.